അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് നമ്മളെ സ്ക്രീനിൽ കണ്ടറിയാം, നമുക്ക് ഇവരെ സ്ക്രീനിൽ കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പരിചയപ്പെടലിനുള്ള സമയമൊന്നും എടുത്തില്ല. ഒരു മിഡ് വേ ഓപ്പണിംഗ് പോലെ ആയിരുന്നു. ഇവരിൽ നിന്ന് വീഡിയോ കണ്ടതാന്ന് പറഞ്ഞല്ലോ. ഇപ്പം അതിനുശേഷമാണോ ഈ അജു കുറെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത്? തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഈ കണ്ടന്റ് ഇടുന്നതിൻ്റെ ധൈര്യമൊക്കെ ഇതുകൊണ്ടൊക്കെ വരും. ഇതൊക്കെ കണ്ടായിരിക്കും നമുക്കും ആ ഒരു താല്പര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടിയത്. കറക്റ്റ് അത് ഈ പുതിയ ഇപ്പോഴത്തെ ജെൻസി ഈ വീഡിയോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവരെ പോലെ ഒരുപാട് പേര്, അവരുടെയൊക്കെ കണ്ടന്റൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കിയല്ല, ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന രീതിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചെയ്യും. പക്ഷെ അതിന് കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റ് വേണം. അത് ഇവർ വഴിയാണല്ലോ ഇപ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ, ആ ട്രെൻഡ് പറയാൻ വേണ്ടല്ലേ? വേണ്ട തുരിക്കെ വേണ്ടല്ലേ? ഇല്ല, അതൊക്കെ ഇപ്പൊ ഓരോ ട്രെൻഡുകളുണ്ട്. അതൊന്നും പ്രശ്നം ഉണ്ടാവില്ലോ. വേണ്ട, അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് നിങ്ങളെ കണ്ടിട്ടില്ല. പറയില്ലേ, അത് ആണോ? അങ്ങനെ ആയിരിക്കും. അത് നമുക്കറിയേണ്ടത് അവിടെ മനസ്സിലായ പ്രായം എത്രയായി, തലമുറകളായിട്ട്. ഞാനിവിടെ റീൽസ് കാണാറുണ്ട്. ഇത് പുതിയ റീലിനെ പറ്റിയാണ് പറഞ്ഞത്. അതെ, അതെ. ഇപ്പൊ മൊബൈലിലുണ്ടോ? സുധീഷേട്ടന്റെ മകൻ വഴിയാണ് സുധീഷേട്ടൻ ഇവരുടെ ടീമായിട്ട് ഉള്ള ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. പുള്ളിയുടെ മകൻ നേരിട്ടല്ല, പിന്നെ ഫോണിലൂടെ. കാരണം എന്റെ മകൻ ഇവരുടെ സ്ഥിരം വ്യൂവറാണ്. എല്ലാവരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആൾ ചെയ്തിട്ടുണ്ടെന്നും ഇവരൊക്കെ സ്റ്റാറുകളാണെന്നും അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത്. ഒരുപാട് കാലം മുമ്പ് ഫേമസ് ആയ ആൾക്കാരാണ്. പിന്നെ അവരുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങി. ഇതിപ്പോ എത്രാമത്തെ തലമുറയിലാണ് ഇപ്പൊ നിൽക്കുന്നത്? കൂട്ടുകാരനായിട്ടാണോ? കൂട്ടുകാരനോ, അപ്പനോ, അമ്മായിയപ്പനോ, അപ്പൂപ്പനോ എന്തായിട്ടാണ് ഇതിനകത്ത്? ഇതിനകത്ത് അപ്പനാണ്. അപ്പനോ? ഇനിയിപ്പോ കൂട്ടുകാരനാക്കാൻ പറ്റൂല, ലിമിറ്റില്ലേ, ഇതിനൊക്കെ പരിധിയില്ലേ? സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അപ്പനാവുക, അമ്മാവനാവുക തുടങ്ങിയ പരിപാടികളാണ്. പക്ഷേ എന്താ അറിയോ, ഈ കൂട്ടുകാരനായി അവസാനം സിനിമ ഇല്ലാത്തൊരവസ്ഥ എത്തി. അപ്പൊ പിന്നെ മനസ്സിൽ ഇനി കൂട്ടുകാരനായ ശരിയാവൂല. കാരണം അത്രയും കൂട്ടുകാരനും വേഷങ്ങൾ കുറെ ചെയ്തല്ലോ. അപ്പൊ ആ സമയത്ത് പറഞ്ഞ പോലെ പുതിയ ട്രെൻഡും പുതിയ ആളുകൾ ഒരുപാട് വന്നു. ചെറുപ്പക്കാർ, ഇപ്പൊ ടോവിനോ പോലത്തെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ബേസിൽ അങ്ങനെ കുറെ പേരൊക്കെ വന്നു. അപ്പൊ ഒരു സിനിമ കിട്ടിയപ്പോഴാണ് നമ്മള് കുറച്ച് പ്രായമുള്ള കഥാപാത്രത്തിലേക്ക് കയറിയത്. തീവണ്ടി എന്നുള്ള സിനിമ വന്നപ്പോൾ. അതെ അതെ അതെ. അപ്പൊ അതിനുശേഷം അതൊക്കെ കൂട്ടുകാരിൽ നിന്ന് മാറി കഥാപാത്രങ്ങളായിട്ട്. സുധീഷ് കൂട്ടുകാരന്മാരായിട്ട് ചെയ്യാത്ത ഏതെങ്കിലും ആക്ടർ ഉണ്ടോ ഇപ്പോഴത്തെ കാലഘട്ടം, പഴയ കാലഘട്ടം നോക്കും? കൂട്ടുകാരനായിട്ട് ചെയ്യാത്തെന്ന് പറയുകയാണെങ്കിൽ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ചെയ്യാത്തതിന് മമ്മൂക്കയെ ലാലേട്ടനെ കൂട്ടുകാരനായിട്ട് പറയാൻ പറ്റില്ല. അത് പറ്റില്ലല്ലോ. സുരേഷ് ചേട്ടനൊക്കെ. അതല്ലാതെ ചാക്കോച്ചന്റെ സമയം തൊട്ടിട്ടാണെങ്കിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാല് ഒരു ഇല്ലെന്ന് പറയാം. അപ്പൊ ഈ വാഴ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും മിക്കവാറും എന്താ പറയാ, പുതുമുഖങ്ങൾ നായകന്മാരായിട്ട് വരുന്ന സിനിമയിൽ എങ്ങനെയെങ്കിലും കറങ്ങിത്തിരി ഞാൻ ഒരു വേഷം അതിനകത്തുണ്ടാവും, പുതിയ ആൾക്കാർ. പിന്നീട് അവൾ സ്റ്റാറുകളായിട്ട് പോകും. അപ്പൊ വാഴ കണ്ടപ്പോ എനിക്കൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഴ 1 കണ്ടപ്പോ അതിൽ ഞാൻ ഇല്ലല്ലോ എന്നുള്ള കാര്യം. കാരണം അതിഗംഭീര സിനിമയായിരുന്നു വാഴ. അതായത് എന്താ പറയാ, വെറുതെ ഒരു തമാശക്കളി മാത്രമല്ല, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അതിന്റെ സങ്കടവും വിഷമൊക്കെ വാഴ 2 വന്നപ്പോൾ, വാഴ 2 വിളിച്ചപ്പോൾ വളരെ സന്തോഷമായി. ഒരു ഭാഗ്യം പോലെ തോന്നുക ഇതിൽ അഭിനയിക്കാൻ പറ്റിയത്.